ഇവിടെ വന്ന ശേഷം എൻ്റെ മരണം ഞാൻ നീക്കിവെച്ചു. കാരണം ഇതുപോലുള്ള മക്കളുടെ പരിത്യാഗ ശുശ്രൂഷയിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ എനിക്കും ഒരു ദൈവം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പ് കിട്ടിയത് ഈ പുനർജീവൻ ആശ്രമത്തിൽ വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപി പോലും ഇവിടെ വന്ന് ഈ അമ്മയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് വലിയൊരു ഫീൽ അനുഭവിക്കുന്നു. ഞാൻ അന്വേഷിച്ച് നടന്ന് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രായമുള്ള ഒരു സിസ്റ്ററെ കയ്യിൽ ഉണ്ടെന്ന് അറിഞ്ഞു ചെന്ന് നോക്കിയപ്പോൾ ഒരു ഇത്രത്തോളം ഒരു പീസ് കണ്ടു. ഞാൻ സ്വർണ്ണപ്പീലായതുകൊണ്ട് അത് സാമ്പിൾ എടുത്തിട്ട് റോൾഡ് ഗോൾഡ് കടക്കാരോട് കെട്ടിച്ചതാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരയ്ക്ക് ഫുള്ളായിട്ട് കെട്ടാം. സിസ്റ്റർ തന്നത് ഒരു ഇത്ര നീളം ഉണ്ടായിരുന്നില്ല, അത് നൂല് കെട്ടിയിട്ടാണ് കെട്ടുന്നത്. ഇത് നമ്മുടെ അരയില് നമുക്ക് അനുയോജ്യമായ അളവിൽ എത്ര ടൈറ്റിലും ഇത് കൊളുത്തിയിട്ട് ഇങ്ങനെ കെട്ടി ഉപയോഗിക്കാൻ പറ്റും. ഞാനൊരു ചാക്കോസ്റ്റം തയ്ക്കാൻ ശ്രമം നടത്തി നടന്നില്ല, ആരും തയ്ച്ചു തന്നില്ല. പകരം ഞാൻ 2 കൈ വെട്ടി കളഞ്ഞ് നടു വി പോലെ പിടിച്ച് കട്ട് ചെയ്തപ്പോൾ എൻ്റെ കൈത്തോട് കിടന്ന് അന്നൊന്നും തയ്ക്കുമായിരുന്നില്ല. ഇപ്പോഴൊക്കെ തയ്ച്ചു തുടങ്ങി. അന്ന് തയ്ക്കാതെ ന്യൂ ജനറേഷൻ പിള്ളേരെ പോലത്തെ ഡ്രസ്സായിരുന്നു എൻ്റെ ചാക്കോസ്റ്റം. എന്നെ യാത്രമധ്യേ പലരും വ്യാഖ്യാനിക്കും, കളിയാക്കുകയും അപൂർവ ജീവിയെ പോലെ കാണുകയും പലരും എന്നോട് മറ്റുള്ളവർ അത് പറഞ്ഞു. എൻ്റെ വീട്ടുകാർ പോലും, എൻ്റെ ബന്ധുക്കൾ പോലും, എൻ്റെ പരിചയക്കാർ പോലും എന്നാലും ഇത്രയൊക്കെ വേണ്ടെന്നൊക്കെ പറയുമ്പോൾ നമസ്കാരം. പുനർജീവൻ ആശ്രമം പേരിൽ തന്നെയാണ് ഈ ആശ്രമത്തിന്റെ ദൗത്യം അറിഞ്ഞിരിക്കുന്നത്. അനേകം രോഗികൾക്കും വികലാംഗർക്കും തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവർക്കും വീണ്ടും ജീവൻ സമ്മാനിക്കുന്ന ഒരിടം. ശരീരത്തിന് ചികിത്സയും മനസ്സിന് ആശ്വാസവും ആത്മാവിന് പ്രത്യാശയും നൽകുന്ന കരുണയുടെ ഭവനം. ആശ്രമം തുടങ്ങിയത് മാത്യു ചുങ്കത്ത് എന്ന സ്വർണ്ണ വ്യാപാരിയാണ്. ഇവിടെ നിന്നുയരുന്ന ഓരോ പ്രാർത്ഥനയും സ്വാർത്ഥമല്ല, അത് നിങ്ങൾക്കും എനിക്കും വേണ്ടിയുള്ളതാണ്. ഇത് തൃശ്ശൂർ ജില്ലയിലെ പുനർജീവൻ ആശ്രമത്തിന്റെ കഥയാണ്. മുള്ളരഞ്ഞാണം കെട്ടി കരിങ്കല്ല് കഷ്ണങ്ങൾക്ക് മുകളിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന മാത്യു ചുങ്കത്ത് എന്ന സ്വർണ്ണ വ്യാപാരിയുടെ പുനർജീവന്റെ കഥയാണ്. സ്വാഗതം. എൻ്റെ പേര് നമുക്ക് പരിചയപ്പെടുത്തി തരാം. ബ്രദർ മാത്യൂസ് ചുങ്കത്ത്. ചുങ്കത്ത് ഫാമിലിയാണ്. ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു, ജ്വല്ലറി ഫീൽഡിലായിരുന്നു. പുനർജീവൻ പവിത്രാത്മ ശാന്തിയാശ്രമം ഭരതമലയിലാണ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത്. നമ്മുടെ തന്നെ അടുത്ത സ്ഥാപനമാണ് പുനർജീവൻ തറവാട് ഒല്ലൂര്. ഇവിടെ നമ്മൾ നടക്കുന്ന ശുശ്രൂഷകൾ രാവിലെ 10 മണി മുതൽ 12 മണി വരെ ജപമാലയും കരുണകൊന്തും പ്രയറും. ഇവിടെയുള്ളവർ, വയ്യാത്തവരായിട്ടുള്ളവർ, കുടുംബങ്ങളായിട്ട് സെറ്റിൽ ചെയ്തിട്ടുള്ളവരുണ്ട്. വീടുകളിലായിരുന്നവരെ വാഹനങ്ങളിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനില്ല. അപ്പോൾ ഇവിടേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവരെ കൊണ്ടുവരുന്നു. ഒരു 1300ഓളം കുടുംബങ്ങളുണ്ട് ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് യാത്രയിൽ. അവരൊക്കെ രോഗികളായിട്ടുള്ള പലതരം രോഗികളാണ് ഇപ്പോൾ. സ്പൈനൽ കോഡ് മാത്രമല്ല, കണ്ണു കാണാത്തവര്, പ്രായമായവര്, ഒറ്റപ്പെടുന്നവര്, മറ്റേ പോളിയോ ബാധിച്ചവര്, സ്പൈനൽ കോഡ് ഇഞ്ചുറി, അങ്ങനെ പലവിധ രോഗങ്ങളുള്ള പല മേഖലയിലുള്ളവർക്ക് നമ്മൾ വാഹനം സൗകര്യം ഏർപ്പെടുത്തി അവരെ കൊണ്ടുവന്ന് ഒരുമിച്ച് കൂടുകയും അതുപോലെ പ്രാർത്ഥനകളുടെ വൈവിധ്യമാർന്ന ഇത് ജപമാല, കരുണകൊന്ത, അതുപോലെ കുരിശിന്റെ വഴി, അങ്ങനെ വ്യത്യസ്തമായ പ്രാർത്ഥനകളിലൂടെ ഒരുക്കപ്പെടുന്ന ഈ ഒരുക്കം കണ്ടിട്ട് സമൂഹത്തിലേക്ക് വെളിച്ചം നൽകുന്ന കുറേ ശുശ്രൂഷകളാണ് പ്രഭാതം മുതൽ രാത്രി വരെ കൂടി ഉണ്ടാവുക. ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവിടെ വരുന്ന ആർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട്, അതുപോലെ ഇവർക്കും രോഗികൾക്കും ആരോഗ്യമുള്ളവർക്കൊന്നും ഇല്ലാത്ത തരത്തിൽ ഭക്ഷണം ഒരുമിച്ച് കഴിക്കാം. അതുപോലെ താഴേന്ന് ഒക്ടോബർ മാസത്തിലാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജനനം മുതൽ യേശുവിൻ്റെ ജനനം വരെ ചരിത്ര സംഭവങ്ങളോടുകൂടിയ ഒരു ശുശ്രൂഷ ഉരുണ്ടിട്ട് മുള്ളരിഞ്ഞാണം കെട്ടി പരിത്യാഗത്തോട് ഉരുണ്ട് മുകളിലേക്ക് മിഡിലേക്ക് എത്തും. അവിടെ നിന്ന് അങ്ങോട്ട് വ്യാകുല മാതാവിൻ്റെ മാതാപാത 7 അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ സെഹിയോൻ ഊട്ടിശാലയിൽ സ്തുതിപ്പോട് കൂടിയ പരിശുദ്ധ അമ്മയോട് ശിഷ്യന്മാരെ എങ്ങനെയാണോ ഒരുമിച്ച് കൂടിയതുപോലുള്ള ശുശ്രൂഷകൾ. അതുപോലെ ഡിസംബർ മാസവും വലിയ നോമ്പ് മാസങ്ങളിലും നോമ്പാചരണം ഇതേപോലെ അടിയിൽ നിന്ന് ആ പരിത്യാഗ സെന്ററിൽ നിന്ന് ഈ മുള്ളരിഞ്ഞാണവും പരിത്യാഗമായിട്ട് അത് പ്രാചിത്വത്തോടെ പരിത്യാഗത്തോടെ പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിത ശൈലി ഒരുക്കപ്പെടുമ്പോൾ ആ സമൂഹത്തിലേക്ക് അതൊരു വെളിച്ചമായി മാറുവാനായിട്ട് അതിൻ്റെ തക്ക അനുഭവം ഈ സഹനം സഹിക്കുന്ന മക്കളുടെ അവരുടെ ജീവിതാനുഭവങ്ങളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ആരോഗ്യമുള്ളവർ പലരും പ്രതിസന്ധിയായിട്ട് വരുമ്പോൾ ഈ അനാരോഗ്യരായിട്ടുള്ളവര് ഈ ശുശ്രൂഷയിൽ കിട്ടുന്ന ഊർജം കൊണ്ട് അവരെന്നെ ബലപ്പെടുത്തുന്ന തരത്തിലേക്ക് ഉയരുന്ന പല കാഴ്ചകളാണ് ഇവിടെ അത്ഭുതമായിട്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പലരും ബിസിനസ് തകർത്തവര്, കുടുംബപരമായിട്ട് തകർന്നവര്, ഡൈവേഴ്സ്, പല മേഖലകളിൽ പോകുന്നുണ്ട് ഇവിടെ. പക്ഷെ അവരെല്ലാം ഇവരെ കാണുമ്പോൾ, ഇവരുടെ ബലം കാണുമ്പോൾ, ഇവരുടെ സന്തോഷം കാണുമ്പോൾ, ഇവരുടെ പ്രാർത്ഥന ചെയ്തതിന് അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രഭാതം മുതൽ വൈകുന്നേരം വരെയുള്ള ടൈമുകളിലൊക്കെ എപ്പോഴും പ്രയറും പങ്കുവെപ്പുകളും വചന ശുശ്രൂഷകളും ഇവിടെ ധ്യാനങ്ങളും ഒക്കെ ഒരുക്കുന്നത്. ഈ ശുശ്രൂഷയിലായി ലയിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാത്തതും അറിയണില്ല, ഓടി നടക്കുന്നതൊന്നും അറിയണില്ല, കൂടുതൽ എനർജി ആകുന്നു. അതിലെല്ലാറ്റിലും അടിസ്ഥാനം ഈ സഹനം സഹിക്കുന്ന മക്കളുടെ സ്നേഹവും ചേർത്ത് വയ്ക്കില്ല. അവരെന്നെ അപ്പം എന്നാണ് വിളിക്കുക. എനിക്ക് ആദ്യം ഒരു വിഷമമൊക്കെ തോന്നിയിരുന്നു, ജാളിയതൊക്കെ തോന്നിയിരുന്നു. ഒരിക്കലൊരു കുമ്പസാരത്തിൽ വേദനയോട് കൂടി ഒരു വൈദികനോട് പങ്കുവെച്ചപ്പോൾ പറഞ്ഞു, മാത്യൂസിനെ എല്ലാവരും അപ്പാന്ന് വിളിക്കണേ. മാത്യൂസിൽ നിന്ന് വരുന്ന ആ സ്നേഹത്തെ പിതാവായ ദൈവത്തിന്റെ സ്നേഹമായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അവരപ്പാന്ന് വിളിക്കില്ല. അത് എന്നെ വളരെയധികം ആ വൈദികനിലൂടെ കുമ്പസാര കൂട്ടിൽ നിന്ന് എന്നെ യേശുനാഥൻ ചേർത്ത് വയ്ക്കുന്നതായിരിക്കും തോന്നി. എനിക്കിന്ന് പ്രായഭേദമന്യേ ആരപ്പാന്ന് വിളിച്ചാലും വലിയൊരു സന്തോഷമാണ്. എന്നെ അല്ല വിളിക്കുന്നത്, എന്നിലൂടെ കർത്താവിൻ്റെ വലിയൊരു സ്നേഹം അവർ കണ്ടുമുട്ടുന്നതെന്ന് എനിക്ക് തീർച്ചയാണ്. ഇതാണ് പ്രാചീനത്തെ പരിത്യാഗ പ്രാർത്ഥനാ മുറി. എൻ്റെ താമസസ്ഥല യഥാർത്ഥത്തിൽ ഇതാണ്. ഇത് ഈ ഭൂമി എടുത്തപ്പോൾ വലിയൊരു റബ്ബർ തോട്ടമായിരുന്നു. മുകളിൽ നിന്ന് വളരെ താഴ്ചയുള്ള ഒരു പ്രദേശമായിരുന്നു കാടന്തരീക്ഷത്തിൽ. ഈ പറയുന്ന മുകളിലുള്ള സ്ഥാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ആദ്യമായിട്ട് അവിടെ ഒരു ചെറിയൊരു കൊച്ചുപേരയും ഈ കുടിലും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ കുടില് ഓലക്കുടിലായിരുന്നു അന്ന്, ഇന്നിപ്പോൾ ഓടാക്കി. ഈ പശ്ചാത്തലം ഞാൻ കളയാതെ ഇതിൻ്റെ ഫീലിലാണ് എനിക്ക് ആത്മീയ വളർച്ചയിലേക്ക് അടിസ്ഥാനം ലഭിച്ചത്. ഇപ്പം ഞാൻ വസ്ത്രങ്ങൾ നല്ല പാൻറ് ഷർട്ട് ഇട്ടിരുന്നിടത്ത് എനിക്ക് ഈ വസ്ത്രം വലിയൊരു അനുഗ്രഹം പോലെയാണ് ഈ വസ്ത്രത്തിൽ ജീവിക്കുമ്പോൾ. കാരണം എന്തോ ആയാലും അറിയുന്നില്ല ഇതിൽ യഥാർത്ഥത്തിൽ. ഇതുപോലെ ചെരുപ്പ് ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഒരു 16 വർഷത്തോളമായി. അതുപോലെ ഓരോന്നും എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിലൂടെയാണ് എൻ്റെ ജീവിതത്തിൽ ത്യജിക്കുന്നത് അനുഭവമായിട്ട് മാറുന്നതും. ഞാൻ ജോനോ പ്രവാചകന്റെ ചാക്കുവസ്ത്രത്തിനോടനുബന്ധമായ കാര്യങ്ങൾ ധ്യാനിക്കാനിടയായത്. അവിടെ ജോനോ പ്രവാചകൻ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാ. അവനെ ഒരു സ്ഥലത്ത് നിലവിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവന്റെ ഭൗതിക ചിന്തകളിൽ കടന്നു വന്ന ചെറിയൊരു കുഞ്ഞു മുടിനാരിഴ അവനെ താഷ്കനിലേക്ക് പറഞ്ഞേക്കുകയാണ്. അതുപോലും അനുഗ്രഹമാക്കിയ ദൈവത്തിന്റെ സ്നേഹം. നിലവിൽ ചെന്ന് ശുദ്ധീകരണം കഴിഞ്ഞ് വിശുദ്ധിയോടുകൂടി പ്രവാചകൻ ചെന്ന് പറഞ്ഞപ്പോൾ അവരതനുസരിക്കുകയും അവരനുസരിച്ചത് കണ്ട് അവർ ചാക്കുവസ്ത്രം ഇട്ട് പരിത്യാഗം ചെയ്ത് പ്രാർത്ഥന ചെയ്ത് വരാൻ പോകുന്ന അവസ്ഥയെ അവർ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ രാജാവ് പോലും അതിലേക്ക് പരിണാമം സംഭവിക്കുക, മാറ്റം വരികയാണ്. അപ്പോൾ എനിക്ക് ഈ ചാക്കുവസ്ത്രത്തിന്റെ ആ പ്രാചിത്വത്തിന്റെ പരിത്യാഗത്തിന്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർ എന്നെ എന്തും കളിയാക്കുമെന്നതിലുപരി ഞാനൊരു ചാക്കുവസ്ത്രം തയ്ക്കാൻ ശ്രമം നടന്നില്ല. ആരും തയ്ച്ചു തന്നില്ല. പകരം ഞാൻ 2 കൈ വെട്ടി കളഞ്ഞ് വി പോലെ പിടിച്ച് കട്ട് ചെയ്തപ്പോൾ എൻ്റെ കൈത്തോട് കിടന്ന് അന്നൊന്നും തയ്ക്കുമായിരുന്നില്ല. ഇപ്പോഴൊക്കെ തയ്ച്ചു തുടങ്ങി. അന്ന് തയ്ക്കാതെ ന്യൂ ജനറേഷൻ പിള്ളേരെ പോലത്തെ ഡ്രസ്സായിരുന്നു എൻ്റെ ചാക്കുവസ്ത്രം. എന്നെ യാത്രമധ്യേ പലരും വ്യാഖ്യാനിക്കുകയും കളിയാക്കുകയും അപൂർവ ജീവിയെ പോലെ കാണുകയും പലരും എന്നോട് മറ്റുള്ളവർ അത് പറഞ്ഞു. എൻ്റെ വീട്ടുകാർ പോലും, എൻ്റെ ബന്ധുക്കൾ പോലും, എൻ്റെ പരിചയക്കാർ പോലും എന്നാലും ഇത്രയൊക്കെ വേണ്ടെന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഈ ത്യാഗത്തോടു കൂടി ജീവിച്ചപ്പോൾ, ഈ പരിത്യാഗത്തോടു കൂടി ജീവിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ആസ്വാദനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ നിമിഷം വരെ ഈ കൊറോണ രോഗികളെ, ഞാൻ 10-15ഓളം കൊറോണ രോഗികളാണെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ എടുത്തത്. എൻ്റെ മക്കൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ ബ്ലാഡർ വാഷ് ചെയ്യാനും മറ്റു വീടുകളിൽ നിന്ന് പാലിയേറ്റീവ് കെയർ ഇല്ലാത്തത് വരാൻ സാഹചര്യം കുറവുള്ളത് കൊണ്ട് ഞാൻ തന്നെ വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമായിരുന്നു. എന്നിട്ട് പോലും ക്വാറന്റൈനിലിരിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. ഈ നിമിഷം വരെ എനിക്ക് കൊറോണ വന്നിട്ടില്ല. എൻ്റെ മക്കൾക്ക് 2 ആശ്രമത്തിലും ഒരാൾക്ക് പോലും, വന്നു പോകുന്നവർക്ക് പോലും കൊറോണ വന്നിട്ടില്ല. ഈ പ്രാചിത്വ പരിത്യാഗ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഈ ചാക്കുവസ്ത്രം എടുത്തിട്ട് സമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടിട്ടും ഇതിനെ സ്നേഹിച്ചപ്പോൾ ഒത്തിരി ആളുകൾക്ക് സന്തോഷിപ്പിക്കാനും, ഒത്തിരി ആൾക്കാരെ ആശ്വസിപ്പിക്കാനും, ഒത്തിരി ആൾക്കാർ രോഗശാന്തി കൊടുക്കുവാനും ഈ ത്യാഗം അനുഗ്രഹമായി. ഞാൻ സ്വർണ്ണ ഫീൽഡിലായിരുന്നു.
എന്നോട് ഒരാൾ പറഞ്ഞു മുള്ളരിഞ്ഞാണത്തിനെ കുറിച്ച് അറിയാമെന്ന് ചോദിച്ചു. എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. എൻ്റെ സഹോദരൻ വൈദികനായതുകൊണ്ട് സന്യസ്ത ജീവിതമായതുകൊണ്ട് ഞാൻ ചേട്ടനച്ഛനോട് പോളച്ചനോട് പോളച്ചുങ്കത്ത് സാഗറിലെ അച്ഛനോട് വിളിച്ച് ചോദിച്ചു, നീ ഇതിനകത്തൊക്കെ അന്വേഷിക്കുന്നത് ത്യാഗപൂർണ്ണമായ ഒരു സംവിധാനമാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിന് പറഞ്ഞു തന്നു. ഞാൻ അന്വേഷിച്ച് നടന്ന് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രായമുള്ള ഒരു സിസ്റ്ററെ കയ്യിൽ ഉണ്ടെന്ന് അറിഞ്ഞു ചെന്ന് നോക്കിയപ്പോൾ ഒരു ഇത്രത്തോളം ഒരു പീസ് കണ്ടു. ഞാൻ സ്വർണ്ണഫീൽഡായതുകൊണ്ട് അത് സാമ്പിൾ എടുത്തിട്ട് ഗോൾഡ് കടക്കാരോട് കെട്ടിച്ചതാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരയ്ക്ക് ഫുള്ളായിട്ട് കെട്ടാം. സിസ്റ്റർ തന്നത് ഒരു ഇത്ര നീളം ഉണ്ടായിരുന്നില്ല, നമ്മൾ നൂല് കെട്ടിയിട്ടാണ് കെട്ടുന്നത്. ഇത് നമ്മുടെ അരയില് നമുക്ക് അനുയോജ്യമായ അളവിൽ എത്ര ടൈറ്റിലും ഇത് കൊളുത്തിയിട്ട് ഇങ്ങനെ കെട്ടി ഉപയോഗിക്കാൻ പറ്റും. സമൂഹം അറിയില്ല. പകരം ഉള്ളിലെ ഒരു ത്യാഗപൂർണമായ ഒരു ജീവിതം നയിക്കും. ദിവസത്തിൽ ഒരു 6 മണിക്കൂർ ഞാൻ അത് ഉപയോഗിക്കും. ഞാൻ നടക്കുമ്പോൾ സ്ലോ മോഷനിലൊക്കെ നടക്കും, ആരും അറിയില്ല ഇത് കെട്ടിയിട്ടുണ്ടെന്ന്. അതുപോലെ ഇവിടെ നിന്ന് കുരിശിന്റെ വഴി അടിയിൽ നിന്ന് മുകളിലേക്ക് ഉരുണ്ട് കയറുമ്പോൾ ഒരു ആത്മീയ ഫീല് ഇത് കെട്ടിയിട്ട് എടുക്കുമ്പോൾ എനിക്കുണ്ടാവും. കാണുന്നവർക്ക് വേറൊരു ഫീലാണ്. ഇപ്പൊ ഞാൻ 3.5 വർഷമായിട്ട് കെട്ടിയതാണ്. ഇത് 3 കെട്ട്, അതെന്റെ അനുഭവത്തിലൂടെ ഉള്ള ഒരു കെട്ടിന് ഞാൻ ആസ്പദമാക്കി ഇട്ടതാണ്. ഇത് പ്രായശ്ചിത്തം, പരിത്യാഗം, പ്രാർത്ഥന. ഇത് ഈ കെട്ടിട്ടത് കൊണ്ട് മാത്രമല്ല, ഞാനത് വൈകുന്നേരം ധ്യാനിക്കും. ഇവിടെ കിടന്നിട്ട് ധ്യാനിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രായശ്ചിത്തമായിട്ടുള്ള എന്തെങ്കിലും യഥാർത്ഥങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? ഒരു പരിത്യാഗം എൻ്റെ ജീവിതത്തിന്റെ യാത്ര മധ്യേ നടന്നിട്ടുണ്ടോ? ഞാൻ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രായശ്ചിത്തം ഉണ്ടെങ്കിൽ, ഒരു പരിത്യാഗം ഉണ്ടെങ്കിൽ, ആ പ്രാർത്ഥനയുടെ ഒരുക്കം നമ്മളിൽ നിന്ന് പുറത്തേക്ക് ദൈവം നൽകുന്നുണ്ടെങ്കിൽ, നമ്മുടെ ദൈനംദിന പ്രാർത്ഥനയേക്കാൾ ഉപരിയായി അതൊരു പ്രകാശമായിട്ട് മാറും. എൻ്റെ പേര് സനല്. എൻ്റെ സ്ഥലം കിടക്കുന്ന പീച്ചിയിലാണ്. ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചു. ഞാൻ 8ലേക്ക് ജയിച്ചു. അപ്പോഴേക്കും ഒരു രോഗം പിടിപെട്ടു, സന്ധിവാതമായി മാറി. അപ്പോഴേക്കും ഞാൻ തീരെ കിടപ്പലായി. ഒരു പ്രത്യാശയില്ലാത്ത, ഒരു മരണം മുന്നിൽ കണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ആ സമയത്താണ് ഒരു രക്ഷകനായിട്ട് ഈ മാത്യൂസ് ബ്രദർ, ഈ അപ്പൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പം എന്നെ കണ്ടപ്പോൾ ദൈവത്തിന്റെ സ്നേഹം എന്താണെന്നുള്ളൊരു മനസ്സിലാക്കി തന്നത് ഈ അപ്പനിലൂടെയാണ്. ഈ മാത്യൂസ് ബ്രദർ ഇവിടെ വന്ന ശേഷം എൻ്റെ മരണം ഞാൻ നീക്കി വെച്ചു. കാരണം ഇതുപോലെയുള്ള മക്കളുടെ ഇടയിലേക്ക് ഞാൻ കടന്നു വന്നു. ഇവരുടെ സ്നേഹത്തിൽ, അല്ലെങ്കിൽ ഇവരുടെ ദൈവത്തിന്റെ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ഇവരുടെ പരിത്യാഗ ശുശ്രൂഷയിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ എനിക്കും ഒരു ദൈവം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടെന്നുള്ള കാര്യം, ഒരു രക്ഷകനായിട്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പ് കിട്ടിയത് ഈ പുനർജീവൻ ആശ്രമത്തിൽ വന്നതാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഒരു കല്യാണം കഴിഞ്ഞു. എനിക്കൊരു ജീവിത പങ്കാളിയുണ്ട്. ഈ കുരിശിന്റെ വഴിയിലാണ് എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ മോള്. എനിക്കൊരു മോളുണ്ട്. അത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ഈ കുരിശിന്റെ വഴിയിൽ ഒരു മെസ്സേജ് കിട്ടുകയാണ്. അതുപോലെ അപ്പം പറയാണ്, ഈ കുരിശിന്റെ വഴിയിൽ നിങ്ങൾ തിരുക്കുടുംബമായിട്ട് നിങ്ങൾക്ക് ഒരു മോനോ ജനിക്കും എന്ന്. ഈ പരിത്യാഗ ശുശ്രൂഷ ഈ കുരിശിന്റെ വഴിയിലൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നത് സഭയ്ക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, കന്യാസ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മിഷീനൊക്കെ പോകുന്ന അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇതിന്റെ ക്യാപ്ഷൻ കൊടുത്തത് ഇങ്ങനെയാണ്: കിടക്കയിൽ നിന്ന് മുറ്റത്തേക്ക്, മുറ്റത്തിൽ നിന്ന് സമൂഹത്തിലേക്ക്, സമൂഹത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക്. ഞാൻ കിടക്കയിലായിരുന്നു, ഞാൻ ഇപ്പൊ മുറ്റത്തേക്ക് വന്നു. ഇവിടെ നിന്ന് ഞാൻ സമൂഹത്തിൽ വന്ന് പല ആൾക്കാരായിട്ട് നമ്മൾ ഷെയർ ചെയ്യണം. എനിക്ക് കിട്ടിയ ദൈവസ്നേഹം മറ്റുള്ള മക്കൾക്ക് ഞാൻ അനുഭവപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാണ് സെഹിയോൻ ഊട്ടുശാല. പുനർജീവൻ പോത്തലമ ശാന്തിയാശ്രമം ഭരതമലയിലെ സെഹിയോൻ ഊട്ടുശാലയാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മ അത് നമ്മുടെ ഒപ്പമുണ്ട് എപ്പോഴും. ഇവിടെ വന്ന് ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വന്ന്, ഈ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല പുറത്തുനിന്ന് ആര് വന്നാലും ഈ സെഹിയോൻ ഊട്ടുശാലയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. അതുപോലെ ഇപ്പം ഈ ഞാൻ റെസ്റ്റ് ചെയ്യുന്ന ഈ ബെഡിലും പലപ്പോഴും മുട്ടുവേദനയും തണ്ടലുവേദനയൊക്കെയുള്ള പലരും പങ്കുവെച്ചതിന് ശേഷം ഇവിടെ കിടക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പിന്നീട് അവരവരുടെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങൾ, അവരുടെ ഒരു വിശ്വാസമാണ് ആ സഹനത്തിൽ നിന്ന് അവരുടെ വേദനകൾക്ക് പരിഹാരം കിട്ടുന്നത്. ഈ കല്ല് എന്നുള്ളതല്ല, ആ ഒരു ത്യാഗത്തെ, ആ ഒരു സഹനത്തെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട്. ഇപ്പൊ ഇടവകളിൽ നിന്നൊക്കെ യൂണിറ്റുകൾ, അതുപോലെ മാതൃസംഘങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ കൂട്ടായിരുന്നു പ്രാർത്ഥിച്ച് വലിയ അനുഭവങ്ങൾ, വലിയ ഒരു തീഷ്ണത
ഒരു ജ്വലനം ഈ പരിശുദ്ധ അമ്മയുടെ ഈ സാന്നിധ്യത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഈ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഈ പ്രകൃതി അന്തരീക്ഷത്തിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ വേറൊരു ഒന്നുമില്ലാത്ത തരത്തിൽ ശാന്തതയിൽ പരിശുദ്ധ അമ്മയോടെ പോലെ യഥാർത്ഥത്തിൽ സഹീകരണ ശലയിൽ പങ്കെടുത്തു പോകുന്നതാണ് സംഭവം എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപി പോലും ഇവിടെ വന്ന് അവരാ സമയത്ത് പലപ്പോഴും ഇലക്ഷൻ എല്ലാവരും വന്നപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ട് ഈ അമ്മയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് വലിയൊരു ഫീൽ അനുഭവിക്കുന്നു ഈ അമ്മയുടെ. എന്നെ ഫാദറിനെ വിളിച്ച ഫാദറെ, ഇതെപ്പോഴും നിലനിൽക്കുന്ന തരത്തിൽ ഇത് നിർത്തണം, ഇത് സമൂഹത്തിന് ഈ പശ്ചാത്തലം ആവശ്യമാണ്. എൻ്റെ പേര് വിജയൻ ജോസഫ്. ഞാനൊരു ക്രിസ്ത്യനായിരുന്നു. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നൊരു ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അമ്മാടത്താണ് എൻ്റെ വീട്. അമ്മാടം ഇടവകയിലാണ്. അപ്പോൾ ഞങ്ങൾ അമ്മാടം ഇടവകയിലുള്ള കുറച്ച് സഹോദരങ്ങളൊക്കെ ആയി ഞങ്ങളിങ്ങനെ ഇരുന്ന് പ്രാർത്ഥനയിലൂടെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ചിന്ത വന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ചിന്ത അങ്ങനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 8 പേര് കൂടി, അമ്മാടത്തുള്ള ഞങ്ങളൊരു 8 പേര് കൂടി ഒരു മധ്യസ്ഥ പ്രാർത്ഥന അങ്ങനെ ആരംഭിക്കുകയാണ്. പുനർജീവൻ കൂട്ടായ്മയിലെ ഇപ്പം ഞങ്ങളുടെ ആയിരിക്കുന്ന ഈ കൂട്ടായ്മയിലെ എല്ലാ മാസത്തിലെ ഒരു വെള്ളിയാഴ്ചകൾ വന്ന് ഈ സമൂഹത്തിന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുക. അപ്പം ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മധ്യസ്ഥ ബ്രദർ എടുക്കുന്ന വലിയ ത്യാഗം വെച്ച് ഞങ്ങൾ നോക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടിയും അതുപോലെ വൈദികർക്ക് വേണ്ടിയും മരിച്ചുപോയ വൈദികർക്ക് വേണ്ടിയൊക്കെ മധ്യസ്ഥം പ്രാർത്ഥിക്കുക ഈ മധ്യസ്ഥ ബ്രദർ ഇവിടെ മധ്യസ്ഥ ബ്രദർ ചെയ്യുന്നു. അപ്പം ഞങ്ങളും അതുപോലെ തന്നെ സഭയിലെ ഇപ്പോൾ ഇനി സഭയിലുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മധ്യസ്ഥം പ്രാർത്ഥിക്കുക. ഒരിക്കലിരുന്ന് കുറെ സമൂഹത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തിലേക്ക് കടന്നല്ലാതെ ഒരിക്കലിരുന്ന് കർത്താവിൻ്റെ അടുത്ത് മധ്യസ്ഥം പ്രാർത്ഥിക്കുക. ആ ഒരു ശുശ്രൂഷയിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ഈ വീടുകളൊക്കെ ഇങ്ങനെ ഓരോന്ന് പണിതിരിക്കുന്നത് ഇവിടെ വന്നു പോകുന്നവർക്ക് സ്വതന്ത്രാവകാശത്തിൽ ഓരോന്നും സെപ്പറേറ്റ് ഡോറും എൻട്രൻസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ ആ റൂമിലേക്ക് കിടക്കുമ്പോൾ ഒരു ബെഡ് സൗകര്യങ്ങൾ, ഒരു അത്യാവശ്യം ഒരു ചെറിയൊരു പ്രൊഫഷണൽ സംവിധാനം, ബാത്റൂം. അപ്പോൾ ഇത് ഒക്കെ പണിതിരിക്കുന്നത് ഇവിടെ വന്നു പോകുന്നവർക്ക് ഈ പ്രകൃതി അന്തരീക്ഷത്തിൽ 2-3 ദിവസം ഒരാഴ്ചയൊക്കെ താമസിച്ച് ഇവരെ കൂടെ ഈ വയ്യാത്ത മക്കളുടെ കൂടെ ആയിരിക്കാനും അവരെ ശുശ്രൂഷിക്കാനും പ്രാർത്ഥിക്കാനും, അവർക്കും അതെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് ഒരാഴ്ചയൊക്കെ ഇവരുടെ സർവീസ് കൊടുത്തുകൊണ്ട് പ്രയറിൽ ഇൻക്ലൂഡ് ആയിക്കൊണ്ടുള്ള യാത്രകൾക്ക് ഒരുക്കിയിട്ടുള്ള ഭവനങ്ങളാണ് ഈ കാണുന്ന ഈ കോളനി ജപമാല ഗ്രാമം. ഇത് പണിതിരിക്കുന്നത് തന്നെ ഇവിടെ നമ്മുടെ നിങ്ങൾ ഓരോരുത്തരും വീടുകളിൽ പുതിയ വീടൊക്കെ പണിയുമ്പോൾ ബാക്കി വരുന്ന സാധനങ്ങൾ പറക്കി കൊണ്ടുവന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന വീടുകളാണിത്. എന്നാൽ ടൈലിട്ട് സീലിംഗ് അടിച്ച് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വരുന്ന പലരും വീടുകളിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ കുറച്ച് ദിവസത്തേക്ക് വരുമ്പോൾ അവർ വളരെ റിലാക്സ് ചെയ്തിട്ടാണ് പോണത്. കാരണം അവർ ജീവിതത്തിൽ എല്ലാം പ്രതിബന്ധമാണെന്നിരിക്കെ അവരെക്കാൾ പ്രതിബന്ധമുള്ളവർ അവരെക്കാളും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വരുമ്പോൾ പലപ്പോഴും അനുഭവിക്കുന്നത്. കാരണം ഇവര് വയ്യാത്ത മക്കളിൽ പ്രാർത്ഥനാ തീഷ്ണതയും അവരുടെ സന്തോഷവും അനുഭവിക്കുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്ന പേരൻസ് മക്കൾക്ക് പോലും ഒരു വെളിച്ചം നൽകുന്ന തരത്തിലേയും മക്കള് മാതാപിതാക്കളെ കാണുമ്പോൾ അതൊരു പ്രകാശത്തിലേക്ക് മാറുന്ന തരത്തിലേക്കും ഈ പുനർജീവൻ ഈ വയ്യാത്ത മക്കളിൽ നിന്ന് ഈ സംവിധാനം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഭവനങ്ങള് ഈ പ്രാശ്ചിത്തക്കുടലിലേക്ക് ഒരുക്കിയിരിക്കുന്നത്. എൻ്റെ പേര് ബിൻഡോ എന്നാണ്. പടവരടാണ് എൻ്റെ വീട്. എനിക്ക് അസ്ഥി ഒടിയുന്ന ഒരു അസുഖമാണ്. ഞാൻ ദേവാലയത്തിൽ ക്രിസ്ത്യൻ ധ്യാനത്തിന് പോയപ്പോൾ അങ്ങനെ ദേവാലയത്തിൽ ഇടവേലിൻ്റെ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കൂട്ടുകാരറിയാണ്ട് തള്ളിയപ്പോൾ അങ്ങനെ വീണതാണ്. അപ്പോൾ ആ വീഴ്ചയിൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സങ്കടമായ മേഖലകളിലൂടെ കടന്നുപോയി. കാരണം ദുരിതങ്ങളാണ് ജീവിതത്തിലൊക്കെ നടന്നുകൊണ്ടിരുന്ന മേഖലകൾ. ആ മേഖലകളിലൊക്കെ ഞാൻ ഈശോനെ പഴി പറഞ്ഞ മേഖലകൾ ഒത്തിരിയാണ്. നമുക്ക് തിരിച്ചറിവില്ലാത്ത മേഖലയിലൊക്കെ നമ്മൾ ഒത്തിരി പഴി പറഞ്ഞ മേഖലകളിൽ പിന്നെ ഈ ബ്രദറിനെ ഞാൻ കണ്ടുപൂട്ടി. അപ്പം ഞാൻ അപ്പുറത്തെ വിളിക്കാണ്. അപ്പനെ ഞാൻ കണ്ടുപൂട്ടുന്ന സമയത്ത് അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ സഹനങ്ങൾ വന്നാലും നമ്മൾ അതിജീവിക്കാനായിട്ട് നീ എൻ്റെ കൂടെ വരുമെന്ന് ചോദിച്ചു. അപ്പോൾ അന്നത്തെ ആ സമയങ്ങളിൽ ഞാൻ ബ്രദറെ വിളിച്ചതെന്ന് വിചാരിച്ച ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് ബ്രദർ നമ്മുടെ ഈശോയാണ് വിളിച്ചത്. അന്ന് ഞാൻ ഈ പുനർജീവിലേക്ക് വന്നപ്പോൾ ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. ഈ സഹനം മാത്രം, എനിക്ക് മരണചിന്ത മാത്രമുള്ള ചിന്തയിലായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിനാണ് ഞാൻ വരുന്നത്. ആ സമയങ്ങളിൽ ഞാൻ വേറെ ഒന്നും നോക്കാതെ
പരിശുദ്ധ അമ്മേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയോട് ഞാൻ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ ഇവിടുത്തെ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ വേദനകൾ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയം തൊട്ട് ഞാനൊരു തീരുമാനം എടുത്തു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം, ആത്മീയമായുള്ള സന്തോഷം ജീവിതത്തിൽ കിട്ടി. എൻ്റെ പേര് തോമസ്, വീട്ടുപേര് മണിവലക്കുന്നേൽ. ഞാൻ പാലക്കാരനാണ്. ഇവിടെ MCS സഭയുടെ പണിക്കായിട്ടാണ് ഞാൻ പാലായിൽ നിന്ന് ഇവിടെ വരുന്നത്. ഞാൻ മദ്യപാനിയായിരുന്നു. മദ്യപാനത്തിൽ നിന്നൊക്കെ എനിക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഒരുക്കി തന്നത് MCS സഭയിലെ അച്ഛന്മാരാണ്. ആദ്യ കാലം മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഈ ഈശോ പ്രാർത്ഥിക്കാൻ പോയ സ്ഥലം എല്ലാം മലമുകളിലേക്കാണ്. അപ്പം ഇതൊരു മലയാണ്, ഇവിടെ പ്രാർത്ഥിക്കാൻ നല്ല എല്ലാവർക്കും വന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ആലയം പണിയണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ വർഷങ്ങളായി കാത്തിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മാതാവിൻ്റെ കൊന്തമാസത്തിൽ ഇതിന് തറക്കല്ലിടണമെന്ന് ആഗ്രഹിച്ചു. ഒരു പൈസ പോലും ഇല്ലാതെയാണ് തറക്കല്ലിടണമെന്ന് ആഗ്രഹിച്ചു. മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ മാസത്തിൽ തന്നെ ഇതിന് ഒരു തറക്കല്ലിടാനായിട്ട് ഒരു വ്യക്തിയോട് 1,00,000 രൂപ കടം മേടിച്ചിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. അങ്ങനെ ഇത് ആരംഭിച്ചു കഴിഞ്ഞ് ഒരു ഇവിടെ ഇത് നടത്തിക്കൊണ്ട് പോകണം, മുന്നോട്ട് പോകണമെങ്കിൽ ഇത് പില്ലർ വാർത്ത് കയറ്റി അതിൽ ബീം അടിച്ചാണ് പണിതിരിക്കുന്നത്. ഒരു വ്യക്തി ഇതിന് വേണ്ടത്തോളം കട്ടയ്ക്കുള്ള കാശ് തന്നു. ഒരു ഡോക്ടറാണ് അത് തന്നത്, പരിചയമുള്ള ഒരു ഡോക്ടറാണ്, തൃശ്ശൂരുള്ളതാണ്, റാവു ഡോക്ടർ എന്ന് പറയും. അതുപോലെ ഇതിനുള്ള സിമെൻറ്റ് ഒരു 100 ചാക്ക് സിമെൻറ്റോളം ഇവിടെ ഒരു സ്വാമി, ഒരു പട്ടരാണ്, എനിക്ക് പരിചയമുള്ളതാണ്, ആരൊക്കെ ഞാൻ കെട്ടിടം പണിത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സിമെൻറ്റ്, മണൽ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ സ്പോൺസർ ചെയ്ത് ആ രീതിയിലാണ് ഇതിൻ്റെ പണി കഴിച്ചത്. 2 മാസം കൊണ്ട് ഈ പണി പൂർത്തീകരിച്ചു. 2 മാസം കൊണ്ട് ഇത് പൂർത്തീകരിക്കണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ശരിക്കും ഞാൻ അമ്മയുടെ അടുത്ത് പോയി, അവിടെ കല്ല് നിരത്തിരിക്കുന്ന ഒരു കട്ടിൽ കിടക്കുന്നു, അതിൽ കിടന്ന് 1 മണിക്കൂർ കർണക്കൊന്തയും കൊന്തച്ചില്ലി ദിവസം കഴിച്ചു പോരും, എല്ലാ ദിവസവും. ഇപ്പോൾ എനിക്ക് 88 വയസ്സായി. എങ്കിൽ പോലും തളരാതെ തമ്പുരാൻ എന്നെ കാത്തു പരിപാലിക്കും. ഇവിടെ പുനർജീവന്റെ പവിത്രാത്മ ശാന്തിയാശ്രമം ഭരതമലയിൽ 50 ദിവസവും കുരിശിന്റെ വഴിയിലൂടെ, സഹന വഴിയിലൂടെ തീർത്ഥയാത്ര എന്ന ഈ ആത്മീയയാത്രയുണ്ട്. ആഴ്ചയിൽ വെള്ളിയാഴ്ച ഒഴികെയുള്ള 6 ദിവസവും അടിയിലെ കുടിലിൽ നിന്ന് മുകളിലേക്ക് 14 സ്ഥലം പരിത്യാഗ ശുശ്രൂഷ നടക്കുന്നു. ഈ വീൽ ചെയറിലും കണ്ണു കാണാത്തവരും പ്രായാധിക്യമുള്ളവരെല്ലാം അതിൽ സജീവമായി പങ്കെടുക്കുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ പുനർജീവന്റെ ആശ്രമത്തിന്റെ അവിടെ നിന്ന് താഴെ സെന്റ് ജോസഫ് കപ്പലവിടെ ഒരു 1.25 കിലോമീറ്ററോളം മലയിലും കാട്ടിലും കൂടി ഉള്ള ആ വഴിയിലൂടെ, വഴിത്താരയിലൂടെ 14 സ്ഥലം നടന്നും വീൽ ചെയറിലും 3 ചക്രവണ്ടികളിലും വണ്ടികളുമായിട്ട് മുകളിൽ വന്നു ചേരുന്നു. ലോകപാപമെല്ലാം ശിരസിലേറ്റി ജീവൻ വേടിഞ്ഞു ആ ദൈവസൂനു. പാപികളാം മർത്യർക്ക് രക്ഷയിടാൻ തൻ ജീവൻ ബലി നൽകി യേശുനാഥൻ. പാപികളാം മർത്യർക്ക് രക്ഷയിടാൻ തൻ ജീവൻ ബലി നൽകി യേശുനാഥൻ.